ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ റോഡിലിറങ്ങി മഴയൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും ഓഫായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇങ്ങനെ കേടായതുപോലെ തള്ളിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ പെട്രോൾ തീർന്നതുപോലെ തള്ളിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും നിൽക്കുമോ എന്ന് നോക്കാം. മഴയാണ്, മഴയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരുമോ എന്ന് നോക്കാം. വരുന്നവർക്ക് നമ്മൾ 1 ലിറ്റർ പെട്രോൾ കൊടുക്കുന്നതാണ്. ഞാൻ വണ്ടി തള്ളി തുടങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈവേ കൂടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാ. നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലൊരു സാഹചര്യം ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പേരെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചിട്ടുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഒരു 1/2 കിലോമീറ്ററോളം തള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലൊക്കെ മാറി കാർമികമൊക്കെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായി. എത്ര എണ്ണം ബൈക്കിൽ തേരാപ്പാര പോകുന്ന ഒറ്റ എണ്ണം നിർത്തി ചോദിക്കുന്നില്ലല്ലോ. ഈ മാമൻ്റെ അടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുമോ നോക്കാം. അതുവരെ തള്ളാം. വെയിലില്ലാത്തതുകൊണ്ട് കൊള്ളാം. വെയിലത്തല്ലായിരുന്നു പെട്ടുപോയനെ. ഉയർത്തി തുണി സൂപ്പർ മഴ. ഇനി റെയിൻകോട്ട് ഇട്ട് വണ്ടി തള്ളാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചാറി തുടങ്ങി. പിന്നെ റെയിൻകോട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. റെയിൻകോട്ട് ഇടാൻ വേണ്ടി കയറി നിന്നപ്പോഴത്തേക്ക് മഴ അങ്ങോട്ട് നല്ല ശക്തമായിട്ട് അങ്ങ് കനത്ത്. എത്ര വലിയ മഴ പെയ്താലും ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ആരെങ്കിലും സഹായിക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലേ. എല്ലാം നോയിക്കൊണ്ട് പോവാ. അല്ലേലും എൻ്റെ വണ്ടി തള്ളാൻ ഞാൻ മാത്രം മതി. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിയോ. അപ്പോൾ പെരുമഴയത്ത് നമ്മൾ ഏതാണ്ട് 1 കിലോമീറ്ററായി പെരുമഴയത്ത് വണ്ടി തള്ളുവാണ്. ഹെൽപ്പ് ചെയ്യാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. പിന്നെ ഈ വീഡിയോ നമ്മുടെ പ്രാങ്ക് സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് നോക്കണേ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിൽ ആരും ഇതുവരെ കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. ഒന്ന് മാറി നടപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് മഴയത്ത് വണ്ടി തള്ളിക്കൊണ്ടുവരുന്ന കണ്ടൂടെ. ആർക്കും സഹായിക്കാൻ ഒരു മനസ്സില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോവുക. ആരും ഒന്ന് ചോദിക്കുന്ന പോലുമില്ല, എന്താ പ്രശ്നം, എന്തിനാ വണ്ടി തള്ളുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സഹായിക്കുന്നവർക്ക് 1 ലിറ്റർ പെട്രോളൊന്നും കൊടുത്താൽ പോരാ. പിന്നെ വലിയ വലിയ റിവാർഡ്സുകൾ കൊടുക്കണമെങ്കിൽ നിങ്ങളും കൂടെയൊക്കെ ഒന്ന് സഹായിച്ച് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ആക്കി തരണം. തരല്ലേ ഗൈസ്? തള്ളി തള്ളി അടുത്ത പെട്രോൾ പമ്പ് വരെ എത്തി. എന്നിട്ടും അയ്യോ, ഇനി ആരും സഹായിക്കില്ല. ഇനി ആ പെട്രോൾ പമ്പ് താണ്ടിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇറങ്ങിയിട്ട് വീണ്ടും തള്ളാം. അങ്ങനെ പെട്രോൾ പമ്പ് ഇറക്കം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മെയിൻ ജംഗ്ഷനായി. പിന്നെ അവിടെ നിന്ന് ഉള്ളിലോട്ടുള്ള റോഡേ കൂടി കുറച്ച് ദൂരം ഓടിച്ചതിന് ശേഷം പിന്നെയും വണ്ടി തള്ളി തുടങ്ങി. പിന്നെ ഈ സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, ഇത് നമ്മുടെ ഒരു സീക്രട്ട് പ്ലേസ് ആണ്. മനസ്സിലായ ഒരു കമൻ്റ് ഒന്നും ചെയ്തേക്കല്ലേ. ഇപ്പം മഴ പോയി വെയിൽ വന്നല്ലോ. ഞാൻ ആരുമില്ലേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ? വണ്ടി കേടായി. എണ്ണ അല്ല, കുറച്ച് വെള്ളത്തിലിറങ്ങിയായിരുന്നു. ഒന്ന് നോക്കാൻ പറ്റുമോ? വെള്ളത്തിറങ്ങിയതായിരിക്കും. ഇവിടെ ആരും ഇത് എന്റെ ഫോൺ ചാർജില്ല. അവ 2 വീലറല്ലേ? ആരാണ്? ഞാൻ മുതുകൊള്ള ചേട്ടാ, ഒരു മിനിറ്റ്.
ഇത് നമ്മളെ യൂട്യൂബ് ചാനലിലെ ഒരു പ്രാങ്ക് ആയിരുന്നു. നീ എന്നെ പറ്റി കേട്ടാ? അപ്പൊ ഇത് ഫ്രീ ആയിട്ടല്ല, നമ്മൾ 1 ലിറ്റർ പെട്രോൾ കൊടുക്കുന്നുണ്ട് ജയിക്കുന്നവർക്ക്. എടാ വാടാ പൊട്ടന്മാര്. എന്ത് ചേട്ടാ? അവരാദ്യം വീഡിയോ പിടിക്കല്ലേ റെക്കോർഡ് ചെയ്യല്ലേ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾ നല്ലൊരു കാര്യമല്ലേ ചെയ്ത്, അത് നാട്ടുകാരൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ സമ്മതിച്ചു. ചേട്ടാ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് 1 ലിറ്റർ പെട്രോൾ കൊടുക്കുമെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 1 ലിറ്റർ പെട്രോൾ മല്ലു ഫൺ സ്ട്രീറ്റ് അപ്പോ ഒഴിച്ചോ? നിങ്ങളുടെ വീട് എവിടാ? ആണോ? അപ്പൊ ഇവര് ദൂരെ പോയി ആരെ വിളിച്ചോണ്ട് മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞവരാണ്. അപ്പൊ പിന്നെ ഇവരെന്തായാലും അർഹതപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ ഇതുപോലെ ഓ ഇങ്ങനെ അവിടെ ചേട്ടാ നമ്മള് വെഞ്ഞാറവിടുന്നേ തള്ളുവാണ്. ഇതുവരെ ആരും ഹെൽപ്പ് ചെയ്തില്ല. ഇവിടെ വന്നപ്പോഴാണ് ഹെൽപ്പ് ചെയ്യണം. അത് ശരി. നമ്മൾ ഇതിനൊക്കെ പെട്ടിട്ടുണ്ടല്ലേ എണ്ണ തീർന്നായിരിക്കും പമ്പിൽ പോയി എണ്ണ മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് നമ്മള് വന്നതാ. വണ്ടി സ്റ്റാർട്ട് ആവണ്ടല്ലോ. ഹെൽപ്പ് ചെയ്യാൻ അപ്പോഴാണ് പറയണത്. അപ്പൊ താങ്ക് യു. ഇല്ല, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വരുമാനം ഇപ്പൊ അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ മെയിൻ സാധനം കൈപ്പറ്റാൻ പോവാം. അങ്ങനെ സാധനം കൈപ്പറ്റി.